നമസ്കാരം. അമേരിക്കയുമായുള്ള വ്യാപാര അനിശ്ചിതത്വം ഇന്ത്യയിൽ കയറ്റുമതി വിപണിയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ വേഗം കൂട്ടും. കയറ്റുമതി കേന്ദ്രീകൃത വ്യവസായങ്ങളായ വസ്ത്രം, ആഭരണങ്ങൾ, രത്നം, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവ പുതിയ വിപണി കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. പരമ്പരാഗത വിപണി അമേരിക്കയായിരുന്നെങ്കിലും ഉയർന്ന തീരുവ കയറ്റുമതിയെ ബാധിച്ച സാഹചര്യത്തിൽ പകരം വിപണി കണ്ടെത്താൻ ശ്രമം ഊർജിതമാണ്. നവംബറിൽ ചൈന, സ്പെയിൻ, UAE വിപണികളിലേക്ക് കയറ്റുമതി ഗണ്യമായി ഉയർന്നതായി വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ചൈനയിലേക്കുള്ള കയറ്റുമതി 90%, സ്പെയിനിലേക്ക് 180%, UAE-യിലേക്ക് 18%, ടാൻസാനിയയിലേക്ക് 15%മാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ത്യ-US തീരുവ യുദ്ധത്തിന് കീഴടങ്ങില്ല, കയറ്റുമതി വിപണി വൈവിധ്യവൽക്കരിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കുന്നത് വെറുമൊരു നയപ്രഖ്യാപനമല്ല. ഇത് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ, സാമ്പത്തിക സ്വയംഭരണത്തിന്റെ, ദീർഘദർശിത്വത്തിന്റെ പ്രഖ്യാപനമാണ്. ആ നിലപാടിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. ലോക വ്യാപാര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്ക് മുന്നിൽ തന്നെ കുനിക്കാതെ ദേശീയ താൽപര്യം മുൻനിർത്തി തീരുമാനമെടുക്കുന്ന ഇന്ത്യയുടെ ശക്തമായ മുഖമാണ് ഇതിലൂടെ തെളിയുന്നത്. US-നെ പോലുള്ള വൻ വിപണികൾ തീരുവകൾ ആയുധമാക്കി വ്യാപാര സമ്മർദ്ദം ചെലുത്തുമ്പോൾ പല രാജ്യങ്ങളും ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമാണ് അകപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ ആ പാത തിരഞ്ഞെടുത്തില്ല. കീഴടങ്ങൽ എന്ന എളുപ്പ വഴി ഒഴിവാക്കി വൈവിധ്യവൽക്കരണം എന്ന ബുദ്ധിമുട്ടുള്ള പക്ഷേ ദീർഘകാല ലാഭം നൽകുന്ന വഴിയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത്. ഇത് രാഷ്ട്രീയ ധൈര്യത്തിന്റെ തെളിവാണ്, സാമ്പത്തിക പക്വതയുടെ അടയാളവുമാണ്. അതിന്റെ ഫലമായി ഏപ്രിൽ-നവംബർ കാലയളവിൽ ചൈനയിലേക്ക് $1220 കോടി ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റിപ്പോയത്. കഴിഞ്ഞ വർഷം ഇതേ കാലത്തെ $920 കോടി 33% വർധനവുണ്ടായിരിക്കുന്നത്. നാഫ്ത, പെട്രോ കെമിക്കൽ, ഫീഡ് സ്റ്റോക്ക് എന്നിവയാണ് 172% അധികം കയറ്റിപ്പോയത്. $29.65 കോടി പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളും 3240 കോടിയുടെ മൊബൈൽ ഫോൺ ഘടകങ്ങളും ഒക്ടോബറിൽ ചൈനയിലേക്ക് അയച്ചു. മോദി സർക്കാരിന്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ഒരു രാജ്യത്തിന്റെ കയറ്റുമതി ഭാവി ഒരൊറ്റ വിപണിയിലോ ഒരൊറ്റ ശക്തിയിലോ ആശ്രയിച്ചിരിക്കരുത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ആസിയാൻ രാജ്യങ്ങൾ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. സ്വതന്ത്ര വ്യാപാര കരാറുകൾ, പ്രാദേശിക സാമ്പത്തിക പങ്കാളിത്തങ്ങൾ, പുതിയ ലോജിസ്റ്റിക് കോറിഡോറുകൾ ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ കയറ്റുമതി ഭൂപടം പുനർരചിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചു എന്നത് ഇന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രതിരോധ ഉപകരണങ്ങൾ, കൃഷി പ്രോസസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ന് ആഗോള വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഇത് തീരുവ യുദ്ധങ്ങൾ നേരിടാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. അത് മത്സരക്ഷമതയാണ്. US തീരുവ നയങ്ങൾ ഇന്ത്യക്ക് വെല്ലുവിളികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് നിഷേധിക്കാനാവില്ല. എന്നാൽ മോദി സർക്കാർ അതിനെ അവസരമാക്കി മാറ്റുകയാണ് ചെയ്തത്. പുത്തൻ വിപണികൾ തേടിയും ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനയിലേക്കും നീങ്ങിയതിലൂടെ ഇന്ത്യൻ കയറ്റുമതി ഗുണമേന്മയിലും വ്യാപ്തിയിലും വർദ്ധിച്ചു. വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ രാജ്യം എന്ന പഴയ മുദ്ര മാറ്റി വിശ്വാസ്യതയും ഗുണമേന്മയുമുള്ള നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ ലോകം ഇന്ന് കാണുന്നു. കൂടാതെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സന്തുലിത സമീപനവും ശ്രദ്ധേയമാണ്. US-നോട് വൈരാഗ്യമല്ല, സമത്വം തന്നെയാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. പരസ്പര ബഹുമാനത്തോടെയും നീതിയോടെയുമുള്ള വ്യാപാര ബന്ധങ്ങളാണ് ഇന്ത്യയുടെ ആവശ്യം. അത് സാധ്യമാകാത്തിടത്ത് ഇന്ത്യക്ക് ബദൽ വഴികളുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് മോദി സർക്കാർ. ഇതാണ് ശക്തമായ രാഷ്ട്രത്തിന്റെ അടയാളം. പ്രധാനമായി ഈ നയത്തിന്റെ പ്രയോജനം ഇന്ത്യൻ കർഷകർക്കും വ്യവസായികൾക്കും സംരംഭകർക്കുമാണ് ലഭിക്കുന്നത്. പുതിയ വിപണികൾ തുറക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ആവശ്യകത ഉണ്ടാകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. വിദേശ നാണയ വരുമാനം ശക്തിപ്പെടുന്നു. ഇത് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറ ഉറപ്പിക്കുന്നതിനോടൊപ്പം ദേശീയ ആത്മവിശ്വാസവും ഉയർത്തും. വിമർശകർ പതിവ് പോലെ സംശയം ഉന്നയിച്ചേക്കാം. എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യയുടെ കയറ്റുമതി ഘടനയിൽ വന്ന മാറ്റങ്ങൾ തന്നെ അതിനുള്ള മറുപടിയാണ്. നയസ്ഥിരത, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇവയെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ഇന്ത്യ. തീരുവ യുദ്ധങ്ങൾ പോലെയുള്ള താൽക്കാലിക വെല്ലുവിളികൾ ഈ മുന്നേറ്റത്തെ തടയാൻ കഴിയുന്നതല്ല. US തീരുവ യുദ്ധത്തിന് കീഴടങ്ങില്ല എന്നത് അഹങ്കാരത്തിന്റെ പ്രഖ്യാപനമല്ല, അത് സ്വയം മതിപ്പിന്റെ പ്രഖ്യാപനമാണ്. കയറ്റുമതി വിപണി വൈവിധ്യവൽക്കരിക്കുമെന്നത് നിർബന്ധിത നീക്കമല്ല, അത് ദീർഘദർശിത്വമുള്ള തന്ത്രമാണ്. ഈ രണ്ട് വാക്യങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് മോദിയുടെ ഇന്ത്യയാണ്. ഭയമില്ലാത്ത, തീരുമാനക്ഷമമായ, ആഗോളവേദിയിൽ തുല്യ നിലയിൽ സംസാരിക്കുന്ന ഇന്ത്യ. അതാണ് ഇന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്, നാളെയുടെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്.